തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് പ്രഖ്യാപനം വന്നത്. കേരളത്തിലെ 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 മുനിസിപ്പാലിറ്റികൾ, നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ, ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2 ഘട്ടങ്ങളായിട്ടാണ്. ഡിസംബർ 9 തെക്കൻ കേരളത്തിലെ 7 ജില്ലകളും, തൊട്ടടുത്ത ദിവസം ഡിസംബർ 11 വടക്കൻ കേരളത്തിലെ 7 ജില്ലകളും, 14 ജില്ലകളിലെയും ഫലം 13-ാം തീയതി ഡിസംബർ 13 പുറത്തു വരും. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നു. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചൂടോടെ ആരംഭിച്ചിരിക്കുന്നു. ടി ജിയുടെ ഒരു ദീർഘകാലത്തെ അനുഭവം വെച്ച് കേരളത്തിൻ്റെ ഈ പുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആകാംക്ഷയും ഉത്കണ്ഠയുമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ലോക്കൽ വിഷയങ്ങളാണ് ഈ ലോക്കൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. അത് പറഞ്ഞാൽ പാർട്ടികൾക്ക് മനസ്സിലാവാറില്ല. അവരെന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ ഗസയിലെ ആക്രമണം, ഇതൊക്കെ സ്വാധീനിക്കുമെന്ന് വിചാരിക്കുന്നു. സ്വാധീനിക്കാറുമുണ്ട്. കുറച്ച് ഈ ആവേശ കമ്മിറ്റിയൊക്കെ അതൊക്കെ വെച്ച് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് ജനറലി ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ വാർഡിലെ ഈ മുനിസിപ്പൽ സിവിൽ സൗകര്യങ്ങൾ, നടക്കാനൊരു റോഡുണ്ടാകുക, വണ്ടി ഓടിക്കാനല്ല, നടക്കാനൊരു റോഡുണ്ടാകുക, വഴി കുടിക്കാൻ വെള്ളം ഉണ്ടാവുക, ഒരു ദിവസം ഒരു 4 മണിക്കൂർ മതി. 24 മണിക്കൂറും വെള്ളമൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വലിയ വിദൂരമായ സ്വപ്നങ്ങളാണ്. 4 മണിക്കൂർ വെള്ളം മുടങ്ങാതെ കിട്ടുക. ചവറ് ആഴ്ചയിലൊരിക്കൽ വാരിക്കൊണ്ട് വേസ്റ്റ് ആഴ്ച ഒരിക്കൽ, ദിവസമൊന്നും വരണ്ട. ദിവസമൊന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പണ്ട് ഞാൻ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഈ പവർ കട്ട് ഉണ്ടല്ലോ, അത് ഇവിടെയുണ്ടെന്ന് അവിടെയുണ്ട്. അപ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ട്. ഞങ്ങളൊക്കെ ഈ ഇലക്ട്രിസിറ്റി ജനറേഷൻ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് പോകാറേ ഇല്ല. അത് ഞങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തികയാതെ വരുമ്പോഴാണ് കറണ്ട് കിട്ടുക. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് കറണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഈ കറണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. അതൊരു ചർച്ചയിൽ ഞങ്ങൾ തന്നെ ഉന്നയിച്ചു. ഇതിങ്ങനെ ആളുകളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നൊരു ഏർപ്പാടാണ്. അത് ഞങ്ങളുടെ ചെയർമാൻ ഒരു IAS കാരനാണ്. പുള്ളി പറഞ്ഞു, അത് നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ സ്വഭാവം അറിഞ്ഞുകൂടായിട്ടാണ്. 24 മണിക്കൂർ കറണ്ട് അവർ പ്രതീക്ഷിക്കുന്നേയില്ല. 6 മണിക്കൂർ കറണ്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവരെ ഞങ്ങളങ്ങനെ ആക്കിത്തീർത്തു. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്താതെ അവരുടെ പ്രതീക്ഷകൾ ചെറുതാക്കാൻ അവർ തന്നെ ശീലിച്ച് 6 മണിക്കൂറിൽ കൊണ്ടുവന്നു. അപ്പോൾ മോഹങ്ങൾ കുറയും. ഈ 6 മണിക്കൂറിലാണ് ഞങ്ങൾ കറണ്ട് കട്ട് ഏർപ്പെടുത്തുന്നത്. ഇത് ആദ്യത്തെ ഒരു 2-3 ആഴ്ച ബഹളം ഉണ്ടാകും ആൾക്കാരുടെ. അത് കഴിയുമ്പോൾ അതൊരു ശീലമായിട്ട് കണ്ടീഷൻ ഉണ്ടാവും. സാറിന് ഓർമ്മയില്ലേ, ഈ ഒരു കറണ്ട് കട്ട് നമുക്ക് 7 മുതൽ 7:30 വരെ, 7:30 മുതൽ 8 വരെയൊക്കെ, അത് മെല്ലെ മെല്ലെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ശീലമാവും. കാരണം എല്ലാം ഓഫ് ചെയ്തു, വല്ല മെഴുകുതിരിയും കത്തിച്ച് വെച്ചു. അപ്പോൾ ആൾക്കാർ തമ്മിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിരുന്നിട്ട് നിലാവിൽ സംസാരിക്കുക, ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങി ആളുകളിൽ. അപ്പോൾ ഈ IAS കാരൻ പറഞ്ഞു, നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കണ്ട, ജനങ്ങൾ അതൊരു സ്വഭാവമായിട്ട് മാറും. നാളെ കറണ്ട് കട്ട് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് അസ്വസ്ഥത. ശരിയാണത്. അരമണിക്കൂർ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. മറ്റൊരു പണി നടക്കില്ല, അടുക്കളപ്പണി നടക്കില്ല, TV കാണുന്നത് നടക്കില്ല, ഒന്നും നടക്കില്ല. കറണ്ട് പോയിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുക? തമ്മിൽ സംസാരിക്കുക, ഉല്ലസിക്കുക, പിള്ളേർ മുറ്റത്തിറങ്ങി കളിക്കും, നിലാവുണ്ടെങ്കിൽ, നിലാവില്ലെങ്കിലും കളിക്കും. ഇങ്ങനെയൊക്കെ ഒരു അരമണിക്കൂർ എൻജോയ്മെൻ്റാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റിയ മനുഷ്യരാണ് കേരളത്തിലെ സാധാരണക്കാർ. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ഈ ദിവസം 4 മണിക്കൂർ വെള്ളം കിട്ടിയ അവരുടെ സ്വപ്നങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചവറ് വാരിയാൽ മതി. നടക്കാനൊരു റോഡ് മതി, വണ്ടി അവരെങ്ങനെയും ഓടിച്ചോളൂ. നടന്നാൽ വീഴാത്ത രീതിയിലുള്ള ഒരു റോഡ്. ഇത് കൂടുതൽ ഈ ജനങ്ങൾ ഒതുങ്ങാൻ പഠിക്കുകയാണ് അല്ലേ?
അവരുടെ ആവശ്യങ്ങൾ സമ്പൂർണ്ണമായി വേറെ എന്ത് നിറവേറ്റുകയില്ല. ചെയ്യും സാറേ? വേറെ എന്ത് യാഥാർത്ഥ്യമാണ്. ചെയ്യും? യെസ്. അങ്ങനെ വരുമ്പോൾ ടി ജി എനിക്ക് തോന്നുന്നു അങ്ങനെ ആകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തെക്കാൾ ഓരോ സ്ഥാനാർത്ഥിയുടെയും വ്യക്തിഗതമായ വിശ്വാസ്യത, വ്യക്തിപരമായ വിശ്വാസ്യതയെ ആയിരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട സംഗതി. കുറെ കാലമായിട്ട് അതങ്ങനെയാണ്. ഉം. കക്ഷി രാഷ്ട്രീയം, വാസ്തവത്തിൽ കക്ഷി രാഷ്ട്രീയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഉം. യു പിയിലൊന്നും ഇതില്ല. ഉം. എല്ലാം സ്വതന്ത്രന്മാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റെർലിംഗ് പേഴ്സണാലിറ്റിക്ക് വോട്ട് ചെയ്യുള്ളൂ ആൾക്കാർ. അയാൾ ജയിച്ചു വരും. അയാൾക്ക് വേറൊരു വാർഡിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയുമായിട്ട് എതിർപ്പൊന്നുമില്ല. ഉം. കൂറുമാറ്റ നിയമം ബാധകമല്ല. ഉം. കാരണം എല്ലാവരും സ്വതന്ത്രന്മാരല്ലേ, അതെ അതെ. എങ്ങോട്ട് വേണമെങ്കിലും കൂറുമാറാം. അപ്പോൾ സഹകരിക്കാൻ ഒരു വിഷമവുമില്ല. ഉം. എന്നാൽ ഇപ്പോൾ യു പിയിലൊക്കെ അവർക്കറിയാം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കപ്പോട് കൂടിയാണ് ഇയാൾ വന്നിരിക്കുന്നത്. അയാളെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടതാണ് കേട്ടോ എന്നൊക്കെ അവകാശപ്പെടും. ബട്ട് ദാറ്റ് എപ്പാർട്ട്, ഇയാൾക്ക് ഈ പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഈ കൂറ് മാറ്റാമോ, എനിക്ക് സാറിനെ സപ്പോർട്ട് ചെയ്യാമോ? ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രശ്നം അതല്ലേ. അതെ അതെ. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDP CPM പിന്തുണച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ നിവൃത്തിയില്ല. അതുകൊണ്ടായിരിക്കും 3 SDPIക്കാരൻ, 2 BJPക്കാരൻ, 4 CPM, 3 ഇതൊക്കെ ആയിട്ടാണ് ചെതറിക്കിടക്കുകയാണ്. വന്നിരിക്കുന്നത്. അതെ അതെ. ഈ സാധനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒന്നുകിൽ ഇയാൾ SDPയെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ SDP ഇയാളെ തിരിച്ച് പിന്തുണയ്ക്കുക, പിന്തുണയ്ക്കണം. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവർ മരണപ്രാളത്തിന് ശരി കാര്യം മുന്നോട്ട് പോകണ്ടേ. അതെ. വോട്ട് ചെയ്ത് കഴിയുമ്പോൾ SDP പിന്തുണ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു കാര്യമില്ല. ഈ ബഹളം ഇതിൻ്റെ ഇല്ല അർത്ഥശൂന്യമാണ്. ഇല്ല ഇല്ല. ഇങ്ങനെ വരുമ്പോൾ ഈ ടി ജി പറഞ്ഞ സിവിൽ സൗകര്യങ്ങൾ ആണല്ലോ ഈ വോട്ടർമാരുടെ ഒരു കൺസേൺ. അത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വൈകാരികമോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലോ ആയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത കക്ഷികൾ വലിയ തോതിൽ എൻട്രി ചെയ്യാറുണ്ട് പലപ്പോഴും പലയിടത്തും. ഇപ്പോൾ എക്സാമ്പിൾ എറണാകുളത്തെ കാര്യം പറഞ്ഞാൽ 2020 ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ തോതിൽ ഫീൽഡ് ചെയ്യുന്നു കാൻഡിഡേറ്റ്സിനെ എന്ന് പറയുന്നുണ്ട്. കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കം എന്ന് പറയുന്നുണ്ട്. അത്തരം മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പിന്നീട് വലിയൊരു മൂവ്മെൻറ്റായി വന്നതുപോലെ അതിൻ്റെ ബേസ് ഇതാണല്ലോ, ഡൽഹിയിലെ സിവിൽ സൗകര്യങ്ങളാണല്ലോ. അങ്ങനെ ഒരു സാധ്യത കേരളത്തിൽ കാണുന്നുണ്ടോ ടി ജി? വലിയ പ്രയാസമാണ്. സാധ്യതയുണ്ട്, പ്രോബബിൾ ആണ്. പോസിബിൾ ആവാൻ വലിയ പ്രയാസമാണ്. കാരണം കേരളത്തിലെ ഈ കട്ടയന്മാരുണ്ടല്ലോ, LDF UDF, അവർ വേറൊരാൾക്ക് സ്പേസ് കൊടുക്കില്ല. ഒന്നെങ്കിൽ LDF കൊണ്ടുപോയിട്ടല്ല UDF, മൂന്നാമൻ വരണ്ട. ഇതാണ് BJPക്കും കേരളത്തിലുള്ള ദുരിതം. അതേ ദുരിതം 2020ക്കും ഉണ്ട്. എന്നാൽ 2020 കയറിയിട്ട് LDFൻ്റെ UDFൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി അവരുടെ ആ വ്യക്തിത്വം പോകും. അതാണ് അവരുടെയും ധർമ്മസം. വെറുതെ അധികാരം കിട്ടാൻ 3-4 പഞ്ചായത്ത് കിട്ടാനൊക്കെ ആയിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചേർന്നാൽ മതി സാബു ജേക്കബിന്. അതെ അതെ. ബട്ട് അതോടെ സാബു ജേക്കബ് ആരുമല്ലാതെ ആകും. അത് പിന്നെയും മുന്നണികളുടെ പിടിയിൽ തന്നെയാവും. ഇത് വാസ്തവത്തിൽ ഇതൊക്കെ തന്നെ ഒരു അധപ്പതനമാണ് സാർ. ഈ സിവിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ 93-ലാണ് പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ ആശയം, അത് നടപ്പാക്കണമെന്ന് ഇയാൾ രാജീവ് ഗാന്ധി വാശി പിടിച്ചു. പക്ഷെ അത് നടപ്പാക്കി ഭരണഘടനാ ഭേദഗതി വേണം അതിന്. അത് റെഡിയാക്കിയൊക്കെ വരുന്നതിന് മുമ്പ് സാധു മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. മനസ്സിലായി. അത് കഴിഞ്ഞ് വന്ന നരസിംഹറാവു സർക്കാരാണ് നടപ്പാക്കിയത്. ഓൾറെഡി ഇതൊക്കെ എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നടപ്പാക്കിയപ്പോൾ ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർഡിന് ഒരു ഗ്രാമസഭയുണ്ടാവും. എന്നെയും സാറിനെയൊക്കെ വിളിച്ചിട്ട് ഗ്രാമസഭ കൂടി ചർച്ച ചെയ്യും. എന്തൊക്കെ നമുക്ക് ഈ വാർഡിന് വേണ്ടി ചെയ്യണം, ഈ പഞ്ചായത്തിന് വേണ്ടി ചെയ്യണം, അത് ചർച്ച ചെയ്തിട്ട് അത് ചെയ്യുക. അതാണ് പഞ്ചായത്തിൻ്റെ ചുമതല. ഇവരിപ്പോൾ എല്ലാവരും വികസനം എന്ന് പറയുന്നു. ഒരു വികസനവുമില്ല, മെയിൻ്റനൻസ് ആണ് ഇവർ വികസനം എന്ന് വിളിക്കുന്നത്. തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കും, വികസന രേഖയാണ്. തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുന്നത് വികസനമല്ലല്ലോ, പുതിയ റോഡുണ്ടാക്കിയല്ലേ വികസനം. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വികസനം എന്നുള്ളത്, ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ പേര് വാസ്തവത്തിൽ മെയിൻ്റനൻസിനെ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലെത്തി. ആ മെയിൻ്റനൻസിൽ തന്നെ വളരെ ചെറിയ ആവശ്യമായിട്ട് ജനങ്ങൾ ചുരുങ്ങി. ഗ്രാമസഭ ആരും വിളിക്കാറില്ല. ഇല്ല, ചടങ്ങാണ് അതൊക്കെ, രേഖപ്പെടുത്തൽ മാത്രമാണ്. അത് ഒരിക്കലും ആരും വിളിക്കാറില്ല. ഗ്രാമസഭ വിളിക്കുന്നതിൽ ഹരിയാനയും പഞ്ചാബും ഇപ്പോഴും മികച്ചു നിൽക്കുന്നു. പലപ്പോഴും ഒക്കെ ഇതിൻ്റെ സർവേ ഒക്കെ നടക്കാറുണ്ട്. ഹരിയാനയും പഞ്ചാബുമാണ്
അവരാണോ ലീഡ് ചെയ്യുന്നത് ആ ആ കാര്യത്തിൽ അല്ലേ? ഗ്രാമസഭയുടെ അത് കാര്യം എഫക്റ്റീവ് ആയിരിക്കും. എഫക്റ്റീവ്. കാരണം അവർക്ക് നേരത്തെ മുതൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ആ, ഈ കാപ്പ് പഞ്ചായത്ത് എന്നൊക്കെ കാ പറയും. പഞ്ചായത്ത്. ഇത് വാസ്തവത്തിൽ അതൊരു ഗ്രാമസഭയാണ്. ഗ്രാമസഭയിൽ അപ്പോൾ കാപ്പ് പഞ്ചായത്തിൽ ചിലരുടെ ഇതുണ്ടാവും, പ്രാബല്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മുടെ വാർഡിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും സാറും ഒക്കെ നമ്മുടെ വാർഡിലുള്ളവരാണെങ്കിൽ ഞാനോ സാറോ ഒക്കെ ചെന്ന് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും അത് അഹമ്മദ് മാഷ് പറഞ്ഞ പോലെ മതി. കാരണം അഹമ്മദ് മാഷ് ഒരു പ്രമുഖനാണ്. കാപ്പ് പഞ്ചായത്തിൽ ഇത് സംഭവിക്കുക, അവിടുത്തെ ഒരു പ്രമുഖൻ, അയാളുടെ ചിലപ്പോൾ അവസാന വാക്കായിട്ട് മാറിയെന്ന് വരും. ബട്ട് സ്റ്റിൽ താഴെത്തട്ടിൽ വരെ അത് ചർച്ച ചെയ്ത് അറിയാം അവർക്ക്. അതെ, ഇങ്ങനെ ചർച്ചയ്ക്ക് അഹമ്മദ് വന്നു. മാഷ് പറയുന്ന പോലെയാണ് നടക്കാൻ പോകുന്നത് എന്നവർക്ക് അറിയുമെങ്കിലും ചെയ്യാം. മറ്റേതൊന്നുമില്ല. നമ്മുടെ പഞ്ചായത്തിലോ കോർപ്പറേഷന്മാരിലോ എന്ത് നടക്കാൻ പോകും നമുക്ക് വല്ല ഐഡിയ ഉണ്ട്? അതെ അതെ, ഒന്നുമില്ല. തീർച്ചയായിട്ടും. ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നപ്പോൾ അന്നേ തുടങ്ങിയൊരു ചർച്ചയാണ്. പക്ഷേ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ 3 ടയർ സംവിധാനം ഉണ്ടല്ലോ, ഈ ഗ്രാമപഞ്ചായത്ത് അല്ലാതെ അതിന് മീതെയുള്ള രണ്ട് ഘട്ടം ഉണ്ടല്ലോ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതൊരു പൊളിറ്റിക്കൽ അക്കോമഡേഷന് വേണ്ടി അല്ലാതെ വല്ല ഉപകാരവും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉള്ളതായിട്ട്? പക്ഷേ വടക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. അവരുടെ ഈ വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഗ്രാമങ്ങളാണ്. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ 40 കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത ഗ്രാമം. അപ്പോൾ അങ്ങനെയുള്ള വടക്കേ അപ്പം അങ്ങനെയുള്ള 5 or 8 ഗ്രാമങ്ങളെ ചേർത്തിട്ടുള്ള ഒരു ബ്ലോക്ക്, ഒരു ക്ലസ്റ്റർ. അത് ബ്ലോക്ക്. ആ, പിന്നെ അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്ത് നേരത്തെ മുതലാണ്. മഹാരാഷ്ട്രയിലൊക്കെ ZP എന്ന് പറയും. ജില്ലാ ഇസഡിന് ജെഡ് എന്നാണ് ZP നേരത്തെ മുതലുണ്ട്. പഞ്ചായത്ത് രാജ് വരുന്നതിന് മുമ്പ് തന്നെ. അത് ശരി. പക്ഷേ അതിപ്പോൾ കേരളത്തിന് സത്യത്തിൽ ഒരു ആവശ്യമില്ലാത്തൊരു സാധനമാണ്, കേരളം പോലുള്ള സ്റ്റേറ്റുകൾ അല്ലേ? പക്ഷെ നമുക്ക് മാത്രം അത് മാറ്റാനും പറ്റില്ല. നമുക്ക് നേരത്തെ ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നു, ഭരണഘടനാ ഭേദഗതി ജില്ലാ പഞ്ചായത്തായിട്ട് മാറി. അതെ, അവ കുറച്ച് പേർക്ക് വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഒരു സംവിധാനം. അതെ. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ഇഷ്യൂസിൻ്റെ കൂട്ടത്തിൽ TG പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവായി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു ദൈനംദിന ഇഷ്യൂ TG കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മാലിന്യമാണ്. മലിനീകരണം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി ദൈനംദിന പ്രശ്നമായിട്ടുണ്ടല്ലോ. അത് വ്യാപകമായി എല്ലാ പഞ്ചായത്തിലും വരും, എല്ലാ കോർപ്പറേഷനിലും വരും. അതുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. എങ്ങനെയായിരിക്കും ഇപ്പോൾ അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ എല്ലാവരും മുഴക്കുന്നുണ്ട്. അപ്പോഴും ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അല്ല, അത് ഈ സംവിധാനങ്ങൾക്ക് അവരുടെ ചുമതല നിർവഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഈ ഉറവിട മാലിന്യം, അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ചുമതല എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഇറക്കുന്നത്. അത് ഇയാൾക്കിത് സംസ്കരിക്കാൻ കഴിയും. അത് ശരി. അവനാ പണി ചെയ്യാത്തത് കൊണ്ട് ജനങ്ങളുടെ തലയിലിടുന്നതാണ്. എറണാകുളത്ത് സാറ് നോക്കും, 112 ഏക്കർ ബ്രഹ്മപുരത്ത് എടുത്തിട്ടിട്ട് അവരെന്നെ പഠിപ്പിക്കുകയാണ്. ഉറവിട മാലിന്യം ഉണ്ടാക്കുന്ന മാലിന്യം ഞാൻ തന്നെ സംസ്കരിക്കും. ഉറവിട മാലിന്യം സാറേ, ഈ മാലിന്യം തിന്നു തീർക്കാൻ പറ്റും? എങ്ങനെ ഇത് എന്താ ചെയ്യുക? മനുഷ്യന് സൗകര്യം വേണ്ടേ അല്ലേ? അവർ 2 ബക്കറ്റ് തരും, ജൈവം അജൈവം. ശരി, ബക്കറ്റ് തന്നു. ഞാനിതെന്ത് ചെയ്യും? ബക്കറ്റ് അങ്ങ് നിറയല്ലേ. അപ്പോൾ ആരും കാണാതെ ഏതെങ്കിലും റോഡിൽ കൊണ്ടുപോയിട്ട് ഈ പ്ലാസ്റ്റിക് സഞ്ചിക്കകത്ത് കെട്ടിയിട്ട് രാത്രി ഒരു 11:30 ആകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിയും. ഈ എറിയുന്നവൻ അവൻ്റെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. ആർക്കാണ് ഈ റോഡിൽ ചവർ എറിഞ്ഞിട്ട് പ്രയോജനം? ഇല്ല. അയാൾ ചെയ്യുന്ന അയാൾക്ക് വീർപ്പ് മുട്ടുന്നു. ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ അതിന് സെമിനാർ നടത്തുക, അതിനൊരു 1.5 കോടി രൂപ അടിച്ചു മാറ്റുക. ഇതൊക്കെ ഇവർക്ക് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എഫിഷ്യൻ്റായിട്ട് നടത്താൻ പറ്റും. ഇപ്പോൾ അവിടെ തീ പിടിച്ചു കഴിഞ്ഞ വർഷം. അപ്പോൾ എല്ലാവരും അത് ചർച്ച ചെയ്തു. ഇപ്പോൾ എന്താ സ്ഥിതി അതിൻ്റെ ആർക്കും അറിയില്ല. ഫോളോ അപ്പ് ഇല്ല. പിന്നെ ഇല്ല. മീഡിയയും വിട്ടു. മീഡിയ വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അറിയാനും മാർഗ്ഗമില്ല. അതെ അതെ. ഒരു കാര്യം കൂടി, അത് തിരുവനന്തപുരത്ത് വിളപ്പിൽശാല, തൃശ്ശൂർ ഞാളൂർ, കോഴിക്കോട്ട് ഞെളിയമ്പറമ്പ്, എല്ലായിടത്തും ഉണ്ട് ഇഷ്യൂസ്. ഇതെല്ലാം ബ്രഹ്മപുരത്തിൻ്റെ വേറെ പതിപ്പുകളാണ്. ഒരു ഇഷ്യൂ കൂടി എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഗുഡ് ബുക്കിലും അവരുടെ പ്രൊപ്പഗാൻഡയിലും അവരുടെ ഈ പ്രകടന പത്രികയിലും ഒക്കെ വരും. തീർച്ചയായിട്ടും എല്ലാ ഇലക്ഷനിലും അത് വലിയ ക്ലെയിമായിട്ടും വരും. പക്ഷേ അതിൻ്റെ ഈ വികസനത്തിൻ്റെ ഇരകളായിത്തീരുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ, ആ ഇഷ്യൂസ് പലപ്പോഴും പ്രാദേശികമാണ്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് ഉയർന്നു വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ചില സംഗതികൾ, ഇപ്പോൾ വയനാട്ടിലേക്ക് തുരങ്കപാത നിർമ്മിക്കുന്നു. അതിനെതിരായിട്ട് വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളാണ്. തുരങ്കപാത പിണറായി ഗവൺമെൻറ്റിൻ്റെ വലിയ അജണ്ടയായിട്ട് കിടക്കും.
അതുപോലെ വിനോദത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കൊച്ചിയിൽ വന്നൊരു സാധനമാണ് ഈ സീ പ്ലെയിൻ സംവിധാനം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളും സീ പ്ലെയിൻ മത്സ്യബന്ധന മേഖലയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങുകയാണ്. ഇത്തരം ഇഷ്യൂസ് വികസനം ഉയർന്ന തലത്തിലുള്ള ഗവൺമെൻറ്റുകളുടേതാവാം, പക്ഷേ ഇരകൾ സാധാരണ താഴെ തട്ടിലുള്ള പഞ്ചായത്തുകളെയാണല്ലോ സമീപിക്കുക, പഞ്ചായത്തുകളെ, കോർപ്പറേഷനുകളെ. എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാലൻസ്? സാറ് കേരളത്തിലെ വലിയൊരു ജലരക്തസാക്ഷിയാണ് വേമ്പനാട്ട് കായൽ. അതിലിനി അതിനെ ദ്രോഹിക്കാനൊന്നും ബാക്കിയില്ല. കായൽ തന്നെയും 1/3 ചുരുങ്ങിയും തോന്നുന്നു. അതെ, കയ്യേറി കേരളത്തിൻ്റെ ചരിത്രത്തിൽ കായൽ കയ്യേറിയ ഏക മനുഷ്യൻ തോമസ് ചാണ്ടിയാണ് റെക്കോർഡിൽ. അദ്ദേഹം നമ്മുടെ ജനപ്രതിനിധിയും. അപ്പോൾ അന്ന് ഞാൻ ഈ പലരോടും പറയുകയും പിന്നെ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു, തോട്ടപ്പള്ളി മുതൽ ഫോർട്ട് കൊച്ചി വരെ ഉള്ള വേമ്പനാട്ട് കായലിൻ്റെ 2 വശത്തും വേമ്പനാട്ട് കായൽ കയ്യേറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. ഒന്നും ചെയ്യാനല്ല, ഒന്ന് തൊഴാനാണ്. ഒരു മനുഷ്യൻ മിണ്ടിയില്ലല്ലേ? എല്ലാവരും വേമ്പനാട്ട് കായൽ കയ്യേറാത്ത ആരും അതിൻ്റെ കരയിൽ ജീവിക്കുന്നില്ല. ഈ തോമസ് ചാണ്ടി വാസ്തവത്തിൽ കായലല്ല കയ്യേറിയത്, കായൽ പോലെ തോന്നിക്കുന്ന പഴയ വയലാണ് കുട്ടനാട്ടിലെ, ഈ പ്രാണി മാത്ത ചിത്തിര എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കായൽ വളച്ച് കെട്ടി പിന്നെ കൃഷിയില്ലാതെ ഇങ്ങനെ കുട്ടനാട് നമ്മളങ്ങ് നന്നാക്കിയല്ലോ, സ്വാമിനാഥൻ പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് നന്നാക്കി റെഡിയാക്കി. അപ്പോൾ അതിൽ ബാക്കി കിടന്ന സ്ഥലത്ത് ഇങ്ങനെ വണ്ടി പോകാൻ നേരത്ത് വരമ്പ് വീതി കൂട്ടി റോഡായി. അപ്പോൾ അത് കായലിലേക്ക് ഇച്ചിരി കയറിപ്പോയി. ഈ നിസ്സാര സംഗതിയാണ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ പഞ്ചായത്തുകാർ എന്ന് പറയും, അല്ലേ ഇത് പുറമ്പോക്കാണല്ലോ, അളക്ക് അളന്ന് കഴിയുമ്പോഴാണ് പുറമ്പോക്ക്. ഒരടി നമ്മൾ 10 കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരടി മാറിപ്പോയി. നമ്മളത് ഇത്രയും സിമ്പിൾ കാര്യമാണ്. അതിനാ മനുഷ്യനെ എല്ലാവരും കൂടെ ക്രൂശിച്ച് അങ്ങനെ മരിച്ചുപോയി. അപ്പോഴാണ് ഞാൻ ഈ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് ജനിച്ചവനായതുകൊണ്ട് എനിക്കിതിൻ്റെ ഇത് എല്ലാവരും കയ്യേറി അത് ചാല് പോലെയായി. അതിൻ്റെ അടിയിൽ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. കക്കാമാരൽ എന്ന് പറയുന്ന തൊഴിൽ കൊണ്ട് ഒരുപാട് പേര് ജീവിച്ചിരുന്നു, അത് ഇല്ലാതെയായി. കക്കയില്ല, കക്കയുടെ പ്രജനനം ഇല്ലല്ലേ. പിന്നെ കുറച്ച് മീൻപിടുത്തവും സംഗതിയൊക്കെയാണ്. അതുകൊണ്ട് വേമ്പനാട്ട് കായലിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് തീ പിടിക്കും, തൊട്ടാൽ തീ പിടിക്കും. ഇപ്പോൾ വേമ്പനാട്ട് കായൽ കൊണ്ട് കൊച്ചിക്കാർക്ക് ഗുണമുള്ളത് ചാടി ആത്മഹത്യ ചെയ്യുക. ഇന്നലെയും ഒരാൾ ചാടിയിരുന്നു, ഉടനെ പോലീസിനാണ് കുറ്റം. 2 മണിക്കൂർ എടുത്തു അവർ വരാൻ. ഇടാ ഇവൻ പാലത്തിൽ ഇങ്ങനെ കാവലിരിക്കാൻ പറ്റുമോ? പോലീസ് ചാടുന്നുണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് പാലങ്ങൾ, നമ്മുടെ കേരളത്തിലെ മൊത്തം പാലങ്ങളുടെ 2 സൈഡിലും നെറ്റ് കെട്ടിയിടണം. ഒരുത്തൻ ചാടിക്കഴിഞ്ഞാൽ ഈ നെറ്റിൽ വീഴണം. പിന്നെ അടുത്ത സജഷൻ, ഇവനെ ഈ നെറ്റിൽ നിന്ന് എടുക്കരുത്, അവിടെ കിടക്കണം, ഊരാൻ പറ്റരുത്, നെറ്റിൽ കിടക്കുമല്ലോ തൂങ്ങി. വേമ്പനാട് കായലിൻ്റെ മീതെ ഇപ്പോൾ ഈ സീ പ്ലെയിനും കൂടി വന്നാൽ എന്താവും? സീ പ്ലെയിൻ അവരെ നേരത്തെ വിളിച്ചിട്ട്, ഈ സാറിനറിയാമോ, കേരളത്തിൽ സമര സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഈ വടക്ക് ആന്തോളൻ ജീവി എന്ന് മോദി പറഞ്ഞ പോലെ കേരളത്തിൽ ആന്തോളൻ ജീവികളുണ്ട്. അക്സെപ്റ്റ് ദാറ്റ് സച്ച് എ ഫിനോമിന ഈസ് ദെയർ. നമ്മുടെ സമൂഹം അവരും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ചെയ്തിട്ട് വേമ്പനാട്ട് കായലിൽ തൊട്ടാൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ ആരൊക്കെ, ഇവരെ ആദ്യം വിളിച്ച് കെട്ടണം. അതല്ലാതെ വേമ്പനാട്ട് കായൽ തൊട്ടാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. ടി വിക്കാർക്കാണെങ്കിൽ പ്രശ്നം കിട്ടാനായിട്ടിരിക്കുകയാണ്. വേമ്പനാട്ട് കായൽ അതിൻ്റെ എർത്ത് സയൻസ് സ്റ്റഡീസ്, പിന്നെ അങ്ങനെ അങ്ങ് പോകും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അന്നത്തെ ദിവസത്തെ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ച നടക്കും തോറും ഈ വേമ്പനാട്ട് കായലിൻ്റെ കരയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് അവർക്ക് ആശങ്കയാകും. ടി വിയിൽ പറഞ്ഞു കേട്ടില്ലേ? ടി വിയിൽ ആര് പറഞ്ഞു? ആധികാരികമായിട്ട് ആരെങ്കിലും പറഞ്ഞാണോ? ഒന്നുമല്ല. ബട്ട് അവർക്ക് ഈ പ്രാളം തുടങ്ങും. ഇവരെ സംഘടിപ്പിച്ച് ഒരു സമരം ബഹളം നടത്താനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഈ സീ പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഇവിടെ തിരിച്ചു വന്നിറങ്ങുന്നു. പിന്നെ അത് ടൂറിസം ആവശ്യത്തിന് ഈ ഡാമിൻ്റെ ജലാശയങ്ങളിലൊക്കെയാണ് ഇറങ്ങാനതിൻ്റെ പ്ലാൻ. അത് പ്രഥമദൃഷ്ട്യാ ഫീസിബിളാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു തവണ അവർ ചെയ്തൊക്കെ നോക്കി. അപ്പോൾ അത് ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ്. വാസ്തവത്തിൽ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഒരു വാട്ടർ വേ നമുക്കുണ്ട്.
ഉം. വെള്ളത്തിലൂടെ സഞ്ചരിക്കാം. ബട്ട് അത് ഉപയോഗിക്കുന്നില്ല. അവിടെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നില്ല. വർക്കലയിലൊക്കെ അത് അടഞ്ഞു പോയി. വർക്കല തുരങ്കം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഈ ലെസ് കോസ്റ്റിൽ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കായലിലൂടെ കൊണ്ടുപോകാം. ജലമാർഗം. അപ്പോൾ ഇപ്പോൾ Yes. എറണാകുളത്ത് നിന്ന് മണ്ണെണ്ണ ടാങ്കർ അതിപ്പോൾ ലോറിയിൽ കയറ്റി അത്യാവശ്യമായിട്ട് ഓടി ആലപ്പുഴയിൽ എത്തേണ്ട കാര്യമൊന്നുമില്ല. അത് പതുക്കെ എത്തിയാൽ മതി 5-6 മണിക്കൂർ കൊണ്ട്. അത് വലിയ ബാർജ് ഇവിടെ നിന്ന് സുഖകരമായ ആലപ്പുഴയ്ക്ക് യാത്രയായിരിക്കുമല്ലോ. അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ മട്ടാഞ്ചേരി പാലത്തിന് പൊക്കാനുള്ള സംവിധാനം. ഇപ്പം അത് പൊങ്ങാറൊന്നുമില്ല. പൊക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഈ ചെറുതരം കപ്പൽ പോലെയുള്ളത് ആലപ്പുഴ വരെ മണ്ണെണ്ണ പെട്രോൾ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അതിലാണ്. ഈ ഹൈവേയിൽ ഈ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ബട്ട് വാട്ടർ വേ എന്നുള്ള സങ്കല്പം നമ്മൾ നിർത്തി. കക്കാവാരിൽ നിന്നു. തൊണ്ടു മൂടാൻ സമ്മതിക്കില്ല. പിന്നെ ആകെയുള്ളത് മീൻ പിടിക്കുക എന്നുള്ളതാണ്. അതിന് ഊന്നിക്കുറ്റി വെച്ചു. ആ ഊന്നിക്കുറ്റിയിൽ ബോട്ട് ഇടിക്കുന്നു. അതുകൊണ്ട് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗ് വഴിക്ക് ബോട്ട് പോകാൻ പറ്റുള്ളൂ. രാത്രിയിൽ പോകാൻ പ്രയാസം. ഇങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ കായൽ കുളമായി കിടക്കുകയാണ്. കായൽ കുളമായി. അതെ, അതിൻ്റെ മീതെ ഇനിയിപ്പോൾ ഒരു സീപ്ലെയിനും കൂടി ഒന്ന് വന്നു പോയാലോ വലിയ അപകടമൊന്നും വരാനില്ല. ഒരുപക്ഷെ ഈ സമരത്തിൻ്റെ ഒരു ലക്ഷ്യം ടി ജി പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ആളുകൾ എന്ന ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാനായിരിക്കും. അല്ലാതെ കേരളത്തിൽ വല്ലാതെ ഇതാണ്. എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് അറിഞ്ഞു. അല്ല, അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് കിട്ടേണ്ടത് കിട്ടാനും അതിന് ഒരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ മൂലമ്പള്ളി ഇവർ നമ്മുടെ വല്ലാർപാടൻ ടെർമിനലിന് വേണ്ടിയിട്ട് കുടിയിറക്കിയവരാണ്. ഇന്ന് വരെ അവർക്ക് 2005-ലോ 2006-ലോ കുടിയിറക്കിയതാണ് അവർ. ഇന്ന് വരെ അവർക്ക് വേറെ ഭൂമി കൊടുത്തിട്ടില്ല. 20 years. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ ഈ ചോദ്യം മനോരമക്കാർ ചോദിച്ചപ്പോൾ തോമസ് ഐസക് പറഞ്ഞു, മൂലമ്പള്ളി ഈസ് ആൻ എംബറാസ്മെൻറ്റ്, ലെറ്റ് us നോട്ട് ഡിസ്കസ് ദാറ്റ്. ഇതിനു വേണ്ടി നമ്മളുടെ കേരളയിൽ സ്ഥലമെടുക്കുമ്പോൾ ഇതേ പ്രശ്നം വന്നു. സ്ഥലമെടുത്താൽ നിങ്ങൾ കാശ് കൊടുക്കില്ല, വേറെ സ്ഥലവും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. മൂലമ്പള്ളിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു. അതൊരു എംബറാസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര പേര് ഇന്നും കൊടുത്തിട്ടില്ല അല്ലേ? കൊടുത്തിട്ടില്ല. 20 കൊല്ലമായില്ലേ സാർ? ഏതാണ്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ഈ സമരക്കാരും ഇല്ല, സമരം ചെയ്തവരും മറന്നു, മീഡിയയും മറന്നു. ജനങ്ങൾക്ക് ഈ പരിപാടി എന്ത് വന്നു കഴിഞ്ഞാലും ഇതാർക്കോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭൂമി ഇവനടിച്ചുകൊണ്ട് പോയി എന്നെ വഴിയാതരമാക്കും, എനിക്ക് 10 പൈസ കിട്ടുകയില്ല, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. ഈ സംശയം ഇവരുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സർക്കാരുകൾ പെരുമാറിയിട്ടുള്ളത്. ഇത് മാറ്റിയവനാണ് നിതിൻ ഗഡ്കരി. ഗഡ്കരി അത് മാറ്റി. നിതിൻ ഗഡ്കരി എന്ത് ചെയ്യുന്നറിയാമോ? കാശ് കിട്ടിയിട്ട് നിങ്ങൾ ഒഴിഞ്ഞു തന്നാൽ മതി. നല്ല തീരുമാനം. അതാണല്ലോ ഇപ്പോൾ എഫക്റ്റീവായത്. നാട്ടിലില്ലാത്ത വിലയും കൊടുത്തു. മാത്രമല്ല ജനങ്ങൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഹൈവേക്ക് സ്ഥലം കൊടുത്തു, ബാക്കി 3 സെൻറ്റ് ഉണ്ട്. ഈ 3 സെൻറ്റ് എനിക്ക് വിൽക്കാനും പറ്റില്ല, അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല, ആകെ ഞാൻ കൊടുത്തു. ഗഡ്കരി ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ബാക്കി വരുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ഇതേ വിലയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്തോളണം. അയാൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ. അതല്ല, ആ 3 സെൻറ്റ് എനിക്ക് വേണം, ഞാനവിടെ വെറ്റിലക്കൊടി നടാൻ പോകാണെന്ന് പറഞ്ഞാൽ ശരി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സ്ഥലം കൊടുക്കാൻ ആർക്കും മടിയുണ്ടായില്ല. അങ്ങനെയാണ് നമ്മളുടെ വടക്കോട്ടുള്ള നാഷണൽ ഹൈവേ ഈ പൊളിഞ്ഞു എന്നൊക്കെയുള്ള പരാതി വേറെ. ബട്ട് ലാൻഡ് അക്വിസിഷന് ഒരു പ്രശ്നമില്ലാതെ അത് നടന്നു കിട്ടി, സമാധാനം. കാരണം പൈസ കയ്യിൽ കിട്ടിയിട്ടേ നിങ്ങൾ ഒഴിയേണ്ട കാര്യമുള്ളൂ. അതുവരെ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് സ്ഥലം. ആ രീതിയിൽ ഇത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എത്രയോ ഇതുണ്ടാവും. ഇപ്പോൾ സീപ്ലെയിൻ്റെ ഞാൻ പറയാം, ഇതിങ്ങനെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ മീനിന് നാശം ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സീപ്ലെയിൻ വേണ്ട, ബാക്കിയുള്ള സമയത്ത് മതി, ഇതിനൊരു കോമ്പൻസേഷൻ കൊടുക്കാമെന്നൊക്കെ പറയും. ആ കോമ്പൻസേഷൻ കൊടുക്കലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം തന്നെ ഇവരെ വിളിക്കുക, ആ കോമ്പൻസേഷൻ കയ്യിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾ ഈ പരിപാടിക്ക് സഹകരിക്കാൻ എത്ര കാശ് തരണം അത് പറ. ഏതായാലും താമസിക്കും തോറും കോസ്റ്റ് ഓവർ റൺ നഷ്ടം വരും. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ അവർക്ക് കൊടുത്തേക്കുക. ബിക്കോസ് പീപ്പിൾ നീഡ് മണി. എന്തായാലും കേരളത്തിൻ്റെ വികസനത്തെയും വികസനത്തിൻ്റെ ഇരകളുടെ ഗ്രിവൻസസിനെയും അല്ലേ, സങ്കടങ്ങളെയും ഒരു മാറിയ കേരളത്തിൻ്റെ യാഥാർത്ഥ്യത്തോടെ കാണാൻ തയ്യാറാകണം. ഭരണകൂടവും തയ്യാറാവണം, ജനങ്ങളും തയ്യാറാകണം, രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം എന്നാണ് ടി ജി പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനകത്ത് ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മൂലമ്പള്ളിക്കാർക്ക് ഇപ്പോഴും നയാ പൈസ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. വിഴിഞ്ഞത്തുകാർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വിഴിഞ്ഞത്തും കിട്ടിയിട്ടില്ലേ? ഞാൻ പരിശോധിച്ചില്ല അത്.
വിഴിഞ്ഞത്തുകാർക്ക് റീഹാബിലിറ്റേഷൻ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഏകദേശം ബുൾഡോസ് ചെയ്യായിരുന്നല്ലേ. അതിൻ്റെ ഉദ്ഘാടനം വരുന്നതിന് തൊട്ട് മുമ്പ് അവർ ബഹളം വയ്ക്കുകയും ലത്തീൻ സഭ അത് ഏറ്റെടുക്കുകയും ഒരു ബഹളം ഉണ്ടാകുകയും പിന്നെ അവരുമായിട്ട് എന്തോ ചർച്ച അത് അങ്ങ് ഹഷപ്പ് ചെയ്തു. യെസ്, അത് സന്തോഷമായിട്ടല്ല അത് തീർന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ആണല്ലേ. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എന്തായാലും ഈ വികസനം വരുമ്പോൾ മുറവിളി കൂട്ടുന്ന സമരജീവികൾ, അങ്ങനെ തന്നെയാണ് ടി.ജിയുടെ പ്രയോഗം അല്ലേ? ആന്തോളൻ ജീവികളുണ്ട്. ആന്തോളൻ ജീവി. ആ സമരജീവികൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ സമരം അവസാനിക്കുകയും അപ്പോഴും യഥാർത്ഥ നഷ്ടപരിഹാരം കിട്ടേണ്ടവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അല്ലേ സാർ? ഈ നഷ്ടപരിഹാരം അതിൻ്റെ ഏറ്റവും ഫാസ്റ്റായിരിക്കും. 10 പൈസ കൂടുതലും കൊടുക്കണം. അതെ, നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാളിൻ്റെ ഭൂമിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. അല്ല, അത് പൊതു ആവശ്യത്തിന് എന്തും ആയിക്കോട്ടെ, അവൻ എത്രയോ കാലമായിട്ട് കയ്യിൽ വെച്ച് അനുഭവിക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഒന്നുമില്ല, അവൻ തരിശെടുത്തുണ്ട്, അവൻ്റെ ഭൂമിയാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവനോട് മാന്യമായിട്ട് പെരുമാറുക. ചേട്ടാ എന്താ വരാം, 100 രൂപ, ശരി, ഞാൻ 105 രൂപ തരാം, 5 രൂപ എക്സ്ട്രാ. സന്തോഷമായി അവന്. സന്തോഷം. അങ്ങനെ വേണം ഏറ്റെടുക്കാൻ. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകണം. ഭൂമി ഏറ്റെടുക്കൽ നിതിൻ ഒരു ഗഡ്കരി ഫോർമുല അല്ലെങ്കിൽ ഗഡ്കരി മോഡൽ അല്ലേ? അതെ, അത് എല്ലാവർക്കും, എല്ലാ സ്റ്റേറ്റിനും, എല്ലാ പാർട്ടികൾക്കും, എല്ലാ ഗവൺമെൻറ്റുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു വഴിയാണത്, ഗഡ്കരി മാർഗം. പക്ഷേ ഈ ഗവൺമെൻറ്റുകൾ ചെയ്തെന്ന് വെച്ചാൽ ഇവർ നേരത്തെ ഈ പൈസയൊക്കെ ധൂർത്തടിച്ചിട്ട് പിന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല പല സംസ്ഥാനങ്ങൾക്കും കടം വീട്ടാനായിട്ട് കടം വാങ്ങുക. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ആ പൈസ, പലിശ കൊടുക്കാനായിട്ട് കടം വാങ്ങുക. കറക്റ്റ്. അപ്പോൾ നമുക്ക് ഉപകാരത്തിന് കിട്ടുന്നില്ല. എങ്ങനെ ലാൻഡ് അക്വയർ ചെയ്യും? അത് നമ്മുടെ പൈസയില്ല അല്ലേ? കഴിഞ്ഞ ദിവസം 1500 കോടി വന്നത്, അത് 2500 കോടി കൊടുക്കാനുള്ളത് വേൾഡ് ബാങ്കിലേക്ക് കൊടുക്കാനാണ്, അതിൻ്റെ പലിശ കൊടുക്കാനാണ്. അത് പോയി, നമ്മുടെ ഒന്നുമില്ല. ഈ അവസ്ഥ അധികകാലം നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും വികസനത്തിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ സാമൂഹ്യ ബോധത്തിലേക്ക് മലയാളി ഉണർന്നു വരട്ടെ. നമുക്ക് അത്രയേ തൽക്കാലം പറയാൻ പറ്റും. അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് ടി.ജി തൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യപൂർണ്ണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഒരു ബോധ്യത്തോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ സമീപിക്കാൻ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ ഈ ഒരു കാഴ്ചപ്പാടോടെ ജനങ്ങൾ കൂടി ഒന്ന് ഉണർന്ന് പ്രതികരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.